രാഹുൽ ഈശ്വർ ജാമ്യാപേക്ഷ നൽകാൻ വേണ്ടി പോവുകയാണല്ലോ. അതിൽ രാഹുൽ ഈശ്വറിന് വേണ്ടി ഹാജരാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അഭിഭാഷക സംഘമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും കൂട്ടുകച്ചവടം ഒരിക്കൽ കൂടി പുറത്തേക്ക് വരികയാണല്ലോ. പ്രത്യേകം അഭിഭാഷകരെ പോലും ഏർപ്പെടുത്തേണ്ട കാര്യമില്ല. മാങ്കൂട്ടത്തിലിൻ്റെ അതേ വക്കീൽ സംഘം തന്നെ രാഹുൽ ഈശ്വറിന് വേണ്ടിയും ഹാജരാകുന്നു അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. രാഹുൽ ഈശ്വർ ആർക്ക് വേണ്ടിയാണോ ശബ്ദിച്ചത് ആ ആള് രാഹുൽ ഈശ്വറുമായുള്ള ബന്ധം തെളിയിക്കുന്ന ഒരു രീതി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അഭിഭാഷക സംഘം തന്നെയാണ് രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യ അപേക്ഷ പരിഗണിക്കുന്നതിലും അല്ലെങ്കിൽ നൽകുന്നതിലും പോകുന്നത്, അല്ലെങ്കിൽ ഒപ്പം ഉണ്ടാകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. സൈബർ ഇടങ്ങളും എല്ലാം തന്നെ കോൺഗ്രസ് അനുകൂല ആളുകൾ ആണ്. കോൺഗ്രസ് അനുകൂല ആളുകളും കോൺഗ്രസ് പാർട്ടി അനുകൂല സംഘടനകളും അല്ലെങ്കിൽ ഗ്രൂപ്പുകളും അതോടൊപ്പം തന്നെയാണ് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്താങ്ങിക്കൊണ്ട് രാഹുൽ ഈശ്വർ തുടക്കം മുതൽ തന്നെ മനു ഈ ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും രാഹുൽ ഈശ്വറിൻ്റെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. അതായത് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, അതിലൊക്കെയും തന്നെ അതിജീവിതയെ എത്രത്തോളം അധിക്ഷേപിക്കാൻ കഴിയുമോ അത്രത്തോളം അധിക്ഷേപിച്ച് രാഹുൽ ഈശ്വർ രംഗത്തെത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിൽ നിന്നും തന്നെ വ്യക്തമായതാണ് രാഹുൽ ഈശ്വറിൻ്റെ നിലപാട്. ഇതിനു മുൻപും എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിലാണെങ്കിലും ദിലീപിനെ പിന്താങ്ങിക്കൊണ്ട് അതിജീവിതയെ മോശം പരാമർശങ്ങൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തിയ വ്യക്തിയാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത്. അതേ രീതി തന്നെയാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനാൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്കെതിരെയും അധിക്ഷേപ പരാമർശങ്ങളുമായി രാഹുൽ ഈശ്വർ രംഗത്തെത്തിയതിൻ്റെ കാരണം എന്ന് പറയുന്നത് രാഹുൽ ഈശ്വർ ഇന്നലെയോ തുടങ്ങിയതല്ല, തുടക്കം മുതലേ ഇത്തരത്തിൽ അതിജീവിതയെ അതോടൊപ്പം തന്നെ ഈ ഈ ആരാണോ പ്രതിസ്ഥാനത്ത് ഉള്ളത് അവരെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ നിലപാട് തന്നെയാണ് രാഹുൽ ഈശ്വറിൻ്റേത് എന്നത് ഇതിനോടകം തന്നെ വ്യക്തമായതാണ്. അതേ രീതി തന്നെ ഇക്കാര്യത്തിലും രാഹുൽ ഈശ്വർ പിന്തുടർന്നു. രാഹുലിനെ പിന്താങ്ങി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്താങ്ങി അതിജീവിതയെ മോശം പരാമർശങ്ങൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ച ചാനൽ ചർച്ചയിൽ മാത്രമല്ല മറ്റ് സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലൊക്കെയും തന്നെ അധിക്ഷേപ പരാമർശങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം അറസ്റ്റിലായത്. കേസിൽ ഈ സൈബർ അധിക്ഷേപ കേസിൽ 5ാം പ്രതിയാണ് അദ്ദേഹം. ഇന്ന് 11 മണിയോടെയാണ് രാഹുൽ ഈശ്വറിനെ കോടതിയിലേക്ക് ഹാജരാക്കേണ്ടത്. അതിനു മുൻപ് ജാമ്യ അപേക്ഷയൊക്കെയും തന്നെ നൽകുന്ന ഒരു നീക്കവുമുണ്ട്. അതിനായി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അഭിഭാഷക സംഘം തന്നെയാണ് രാഹുൽ ഈശ്വറിന് വേണ്ടിയും ഹാജരാകുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്നത്. മനു. ഓക്കെ, താങ്ക് യു മാനസ. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. 2 കാര്യങ്ങൾ. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ശബ്ദരേഖ അത് വ്യാജമല്ല, യഥാർത്ഥമാണ് എന്ന് ശാസ്ത്രീയ പരിശോധനയുടെ അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരിക്കുന്നു. മറ്റൊന്ന്, രാഹുൽ ഈശ്വറിന് വേണ്ടി ഹാജരാകാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അതേ അഭിഭാഷക സംഘം എന്ന വിവരവും ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ബന്ധങ്ങൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു.